നിത്യവും നിത്യവാക്കടാക്ഷങ്ങൾ കേൾക്കണേ ഞങ്ങൾക്കെപ്പോഴും. നമസ്കാരം. നേരത്തെ ഞാൻ പറഞ്ഞു പരിസര പരിപാടികൾ, നമ്മുടെ സ്കൂളിൻ്റെ ഈ വർഷത്തെ പരിസര പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. വളരുന്ന തലമുറയായ നിങ്ങൾ ഇതെല്ലാം കണ്ടു വളരണം. അതിനാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. കാർഷിക പ്രവർത്തനങ്ങൾ, മറ്റ് ഭൂമിക്ക് ബുദ്ധിമുട്ടാക്കുന്ന മറ്റ് മാലിന്യങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എങ്ങനെയാണ് നന്നായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നേർക്കാഴ്ചയാണ് നമ്മുടെ വിദ്യാലയം. ഈ സന്ദർഭത്തിൽ കുട്ടികളായ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളൊരു തീരുമാനം എടുക്കണം. 2025 ജൂൺ മാസം 4-ാം തീയതി, 5-ാം തീയതിയാണ് പരിസ്ഥിതി ദിനമെങ്കിലും 4-ാം തീയതി എൻ്റെ വിദ്യാലയത്തിൽ വെച്ച് ഞാനൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം എൻ്റെ വീട്ടിൽ ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. മറ്റൊന്നുമല്ല, വീട്ടിലുള്ള മരങ്ങൾ ഒരു കാരണവശാലും അച്ഛനോടും അമ്മയോടും ഏട്ടന്മാരുടെ അവരോടും നിർബന്ധമായി നിങ്ങൾ പറയുന്നു, നമ്മുടെ വീട്ടിലുള്ള മരങ്ങൾ മുറിക്കരുത്, നമ്മുടെ വീട്ടിലുള്ള മരങ്ങൾ ഇവിടെ നിലനിർത്തണം, അത് എൻ്റെ ആവശ്യമാണ് എന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ അവർ ചിന്തിക്കും, എന്താണ് കുട്ടി ഇങ്ങനെ പറയാനുള്ള കാരണം. അതുകൊണ്ട് ഞാനത് നോക്കുന്നില്ല. നീല ഉദ്ദേശിക്കുന്നത് നീല ആകാശം. നമ്മൾ കുടിക്കുന്ന വെള്ളം നല്ലതാണ്, നമ്മൾ ശ്വസിക്കുന്ന വായു നല്ലതാണ്, ആർക്കറിയാം. നമ്മൾക്ക് കൊറോണ ഒരു 3-4 വർഷം മുന്നേ ഉണ്ടായിരുന്നില്ലേ? കുട്ടികളെ നിങ്ങളെ മൂക്ക് കൂടെയൊക്കെ ഓക്സിജനും ഇതൊക്കെ കയറ്റിയ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഇന്ന് വെള്ളം നമ്മൾ കാശ് കൊടുത്തു കുടിക്കുന്നു. അത് എന്ത് വെള്ളം ഏത് വെള്ളം നമുക്കൊന്നും അറിയാം. അപ്പോൾ നമുക്ക് പച്ച നിറം, ശുദ്ധവായു, ശുദ്ധവെള്ളം മലിനമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരാണ് മുന്നിൽ നിൽക്കുന്നത്? അപ്പൊ ചെറുതും വലുതും ഒരു വലുപ്പ വ്യത്യാസമില്ല. നിങ്ങൾക്കെല്ലാം പ്രത്യേക ഓരോ കഴിവുകളുണ്ട്. അവിടെ കുറെ ഓട്ടക്കാരുണ്ട്, ഇവിടെ കുറെ ഡാൻസ് കളിക്കുന്നവരുണ്ട്, ഇവിടെ കുറെ പാട്ട് പഠിക്കുന്നവരുണ്ട്, ഇവരുടെ നന്നായി പഠിക്കുന്നവരുണ്ട്, ഇവിടെ കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ആരെങ്കിലും മോശക്കാരാണോ? ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആരും ഈ കുട്ടി പഠിക്കുന്നു, മറ്റാളെ നൃത്തം ചവിട്ടുന്നു, മറ്റാളെ പഠിക്കും, അങ്ങനെ ഓരോ മേഖലകളിലേക്കും നമ്മളെല്ലാവരും എത്തിപ്പെടണമെങ്കിൽ വ്യത്യസ്തമായ തിരിച്ചോണ്ട് കഴിയില്ല. എത്ര ആൾക്ക് സഹകരിക്കാം? സാർ ഇവിടെ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത വർഷം നമുക്ക് വൃക്ഷത്തൈ ഉണ്ടാക്കാം, ഇല്ലേ?